ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ചാലിയാർ പഞ്ചായത്തിൽ 59 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ. കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പെരുമ്പത്തൂർ, ആലോടി, കാനക്കുത്ത എന്നീ സ്ഥലങ്ങളിൽ താമസിക്കുന്ന നിർധനരായ കുടുംബങ്ങളാണ് വനം വകുപ്പ് കയ്യേറ്റ ഭൂമിയാണെന്ന കണ്ടെത്തിയോടെ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലായത്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ നിർധന കുടുംബത്തിലെ SC വിഭാഗത്തിൽപ്പെട്ട മാനന്നൂർ നാരായണൻ, നാരായണി എന്നിവർക്കാണ് ഈ അവസ്ഥയുണ്ടായത്. ചാലിയാർ പഞ്ചായത്ത് ഇവർക്ക് ലൈഫ് മിഷൻ വീട് അനുവദിച്ചിരുന്നു. എന്നാൽ വീട് വയ്ക്കാൻ വേറെ സ്ഥലമില്ലാത്തതിനാൽ നിലവിലുള്ള വീട് പൊളിച്ച് കരാറുകാരൻ പുതിയ വീടിന്റെ കരിങ്കൽ പണികൾ ആരംഭിച്ചു. കരിങ്കൽ കെട്ട് പൂർത്തിയാക്കുന്നതിന് മുൻപേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഇത് ഫോറസ്റ്റ് കയ്യേറിയ ഭൂമിയാണെന്നും ഇതിൽ യാതൊരു കാരണവശാലും നിർമ്മാണം തുടരാൻ അനുവദിക്കില്ലെന്നും അറിയിച്ചു. ഫണ്ടുകൾ അനുവദിച്ച തുകയല്ലാതെ മറ്റൊരു ഫണ്ടും അനുവദിച്ചു കൊടുക്കരുതെന്നും കയ്യേറ്റ ഭൂമിയാണെന്നും പറഞ്ഞ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് റേഞ്ച് ഓഫീസർ കത്ത് നൽകി. ഇതോടെ വീടെന്ന മഹാസ്വപ്നം 58-കാരിയായ നാരായണിക്കും 65-കാരനായ നാരായണനും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് പാസ്സാവുകയും അതിൻ്റെ 20,000 രൂപ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു. അത് പ്രകാരം ഇപ്പോൾ അവർ തറപ്പണി കഴിഞ്ഞു. ഇപ്പോൾ 20,000 രൂപയ്ക്ക് തറപ്പണി ഇത്ര കഴിയും നമുക്ക് അറിയില്ലല്ലോ. അവർ കടം മേടിച്ചിട്ട് വായ്പ മേടിച്ചിട്ടാണ് ഈ തറപ്പണി ഇത്ര ആക്കിയിട്ടുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ ഈ റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ വനം വകുപ്പ് ഇവിടെ ഒരു സർവേ നടത്തി. അത് പ്രകാരം ഇവരുടെ ഭൂമി വനത്തിനുള്ളിലാണ് എന്നുള്ള ഒരു ഇതാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് ഇനി ഇവിടെ വീടുണ്ടാക്കണ നിയമവിരുദ്ധമാണെന്നും അവർക്ക് നമുക്ക് തുക അനുവദിക്കാൻ എന്ന് പറഞ്ഞ് റേഞ്ച് ഓഫീസർ ഒരു ലെറ്റർ പഞ്ചായത്തിക്ക് തന്നിട്ടുണ്ടായിരുന്നു, സെക്രട്ടറിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇപ്പം ഇനി ഇവർക്ക് എന്താ ചെയ്യാന്നുള്ളൊരു ആശങ്കയിലാണ് ഞങ്ങളും. 20,000 രൂപ വീതം കിട്ടിയതുകൊണ്ട് കരാറുകാരന് കൊടുത്തു. പഴയ വീട് പൊളിക്കുന്നതിനും ഇതുവരെയുള്ള കല്ലുകെട്ടൽ ചിലവിനുമായി കരാറുകാരൻ ഷിബു 1,10,000 രൂപ ചിലവാക്കി. 40,000 രൂപ കൂടി ബാക്കി തുക എങ്ങനെ കൊടുക്കണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഇവർ. നമ്മളെ ഈ ഭാഗത്തുകൂടെ കരക്കുള്ള ഭൂമികൾ മുഴുവൻ ഫോറസ്റ്റാറിട്ട് ഒരു രണ്ടേ വെച്ചിട്ട് അച്ഛമ്മോടെ കൊണ്ടൊരു ദണ്ടട്ട് ആ ദണ്ടയ്ക്ക് കണക്കാക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നതും നടക്കുന്നതും. അപ്പോൾ ആ ദണ്ട ശരിയല്ലാതെ പോലും അതിൻ്റെ താഴെ കൊണ്ടിട്ടിക്കരുത് സർക്കാർ. അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യത്തിന് ചോദിക്കാൻ ആരുമില്ല, നാട്ടുകാരും ഇല്ല, സർക്കാരും ഇല്ല, മന്ത്രിമാരും ഇല്ല, ആരുമില്ല. എന്നാൽ 2008 ശേഷം സർവേ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് നിലവിലുള്ള വീടുകളുടെ മുൻഭാഗത്തുകൂടി നിരവധി ജണ്ട സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 59ഓളം കുടുംബങ്ങൾ കാലങ്ങളായി കൈവശം വെച്ചു പോരുന്ന തങ്ങളുടെ സ്വത്തുക്കൾ കയ്യേറ്റ ഭൂമിയാണെന്ന് മുദ്ര കുത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. 1 ഇഞ്ച് ഭൂമിയില്ലാത്ത ഈ കുടുംബങ്ങൾ എവിടെ പോയി താമസിക്കും? ഒരു ഷെഡ് കെട്ടാൻ പോലും ഇവർക്ക് പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് വനംവകുപ്പ് രേഖാപ്രകാരം കഴിഞ്ഞ 15-ാം തീയതി, മെയ് മാസം 15-ാം തീയതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇവർക്ക് വീട് കൊടുക്കരുത്, വീടിന് ധനസഹായരുത്, വീട് നിർമ്മാണം അനധികൃതമായി പറഞ്ഞിട്ട് കത്ത് നൽകിയിട്ടുണ്ട്. കത്തുപ്പി ഞങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് രേഖകൾ പരിശോധിച്ചാൽ കഴിയും. ഒരു കാര്യം ഞങ്ങൾക്കിത് സൂചിപ്പിക്കാനുള്ളത്, ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടണം. മുഖ്യമന്ത്രിയും വനം മന്ത്രിയും ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ ഇടപെട്ട് നടപടി അടിയന്തരമായി സ്വീകരിച്ച് ഈ വീടുകൾ ഇവിടെ പൂർത്തീകരിച്ച് ഇവരുടെ താമസം നൽകിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിരോധങ്ങളും ശക്തമായ സമരപരിപാടികൾക്കും നേതൃത്വം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വളരെ നിർധനരായിട്ടുള്ള ഈ കുടുംബങ്ങളാണ്, ഇവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവരെ പുനരധിവസിപ്പിക്കുന്നത് വരെ ഇനിയിപ്പോൾ കയ്യേറ്റക്കാരാണെന്ന് അവർ ചിത്രീകരിക്കുന്നു. രേഖകളുടെ അടിസ്ഥാനത്തിൽ അതുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇവർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ വീടും പെരയും ആകുന്നത് വരെ ഈ കുടുംബങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചാലിയാർ. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.